ഈ കാലാകാലങ്ങളിൽ സിനിമകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും അറിഞ്ഞോ അറിയാതെയോ ക്രിയേറ്റേഴ്സിന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമ്മളൊക്കെ പറയാം. എനിക്കൊന്ന് സാറ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്നുള്ളൊരു ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് ജോയ് സാറിന് വേണ്ടി എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സീസൺ എന്ന ഒരു സിനിമയിലും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സീസണിൻ്റെ പശ്ചാത്തലം നേരത്തെ ഒരു ഹൈ റേഞ്ചിൽ നടക്കുന്ന കഞ്ചാവ് കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള അതാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് അത് കോവളം പശ്ചാത്തലത്തിലുള്ള ഡ്രഗ് മാഫിയായിട്ട് മാറുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പം ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ തേടിയുള്ളൊരു യാത്രയിൽ സാറിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയുന്നത് എങ്ങനെ ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കൂടെ നിന്ന് വളരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ടൂടെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഒരു ലൊക്കേഷൻ കാണാൻ പോകുന്നിടത്ത് കൂട്ടുന്ന ഒരാളായിട്ട് ഞാൻ വളരുകയായിരുന്നു. അപ്പം ആ സമയത്ത് കോവളത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരാളുമായിട്ട് എന്തോ സംസാരിച്ചപ്പം അയാളുടെ പേര് കുയിലാച്ചി എന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ പേര് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. പിന്നീട് അതിൽ ഒരു ഗൈഡ് രാധാകൃഷ്ണൻ ചെയ്ത ഒരു ക്യാരക്ടറിൻ്റെ പേര് കുയിലാച്ചി എന്നാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഉള്ള പല സ്ഥലങ്ങളും നമ്മൾ തേടിയെടുത്ത് ഇത് ചെയ്തപ്പോൾ ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് അപ്പം ഈ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യണം കാര്യങ്ങൾ. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ കോവളത്തു നിന്ന് തന്നെ നമുക്ക് ആ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഈ കോസ്റ്റ്യൂംസ് എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ പുള്ളിക്ക് അതൊരു നല്ല സജഷനായിട്ട് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പം അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങളുടെയൊക്കെ ചുമതല എനിക്കാണുള്ളത്. അപ്പം പോകുന്ന വഴിക്കാണ് ഞാൻ ഓർക്കുന്നത് അന്ന് എടുക്കേണ്ടിയ ഈ കുയിലാച്ചിയുടെ കോസ്റ്റ്യൂം എടുത്തിട്ടില്ല. അപ്പം പെട്ടെന്ന് ഞാൻ അവിടുത്തെ ഒരു ഷോപ്പിൽ ഇറങ്ങി ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുതിരയുടെ പടമുള്ള ഒരു ബനിയൻ വാങ്ങിച്ചു. പക്ഷേങ്കിൽ അത് ചിലപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കിട്ടുന്നത് ഇതിവിടെ ഒരു 800 രൂപ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 600 രൂപ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ അത് അത്യാവശ്യത്തിന് വാങ്ങിക്കേണ്ടി വന്നു. പക്ഷേങ്കിൽ അതൊരു വലിയ പ്രൊഡക്ഷനിൽ അതൊരു വലിയൊരു സംസാരമായി. കാരണം ഒരു അൺനെസസറി ആയിട്ട് പെട്ടെന്ന് അങ്ങനെ. അപ്പം സാറിൻ്റെ അടുത്ത് അത് ചെന്നു. അപ്പം ഒരു ദിവസം ഞാൻ നോക്കുമ്പം രാവിലെ കോവളത്താണ്, ഷൂട്ടിങ് നടന്നിട്ടില്ല, ഭയങ്കരമായ വലിയ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. അന്ന് അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ ജോയിൻ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന എൻ്റെ മേക്കപ്പിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ ഞാൻ സംസാരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. ഇപ്പം പ്രൊഡ്യൂസറുണ്ട്, സാറുണ്ട്, ക്യാമറാമാനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ ഈ ലോക്കൽ പർച്ചേസ് ചെയ്തത് അവിടെ അക്കൗണ്ടൻ്റ് വലിയ വിഷയമാക്കി അവിടെ മാറ്റുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പം അതിനെ ആ പ്രശ്നം എറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പം സാറ് പറയുന്നത് അതൊരു എൻ്റെ അസിസ്റ്റൻ്റ് ഒരു ചെയ്ത് തെറ്റ് അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണുള്ളത്. അതായത് ഞാൻ പറയണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷന്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് വേർത്തു പോയി. കാരണം എല്ലാവരും നിൽക്കുന്നു, ഞാൻ തെറ്റുകാരനാകുന്നു എന്നുള്ളൊരവസ്ഥ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത്, സാറ് പറഞ്ഞു എനിക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവൻ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് പോലെയാണ് എൻ്റെ അസിസ്റ്റൻ്റ് എത്ര എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഈ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ മാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ കൂടുതലൊരു അന്തസ്സ് ഒരാൾക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ എങ്ങനെയുണ്ടാവുക. അപ്പം ഞാൻ അത് പറഞ്ഞ് അവിടെ സെറ്റിലായി. പിന്നീട് ഈ പറഞ്ഞ എന്നെ വഴി പറഞ്ഞവരുമൊക്കെ പിന്നീട് വളരെ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മൾ കൂടെ നിൽക്കുന്നവരെ കൂടെ ചേർത്ത് നിർത്തുക, അവരെ വിശ്വാസത്തിലെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഏറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. സീസൺ എന്നുള്ള ഒരു സിനിമയിൽ മാത്രമല്ല, അങ്ങനെ പല സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഓർക്കുമ്പം ഇന്നലെ എന്ന സിനിമ
ഇന്നലെ എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ഒരു സിനിമ കൂടെയാണ്. കാരണം സുരേഷ് ഗോപിയും ജയറാമും ശോഭനയും ഒക്കെ കൂടെ ഉള്ള ഒരു വീണ്ടും ഒരു വലിയൊരു ബന്ധങ്ങളുടെ കഥ പറയുന്നൊരു സിനിമ കൂടെയാണ്. അപ്പം സാറിനോടൊപ്പം സഞ്ചരിക്കുക, സാറിൻ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ സാറിൻ്റെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എനിക്ക് വരാൻ സാധിച്ചത് വലിയ കാര്യമായിട്ടാണ് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ. അങ്ങനെ സാറും ഞാനും കൂടെ ചേർന്നിട്ടുള്ള ക്യാമറാമാനും ഒക്കെ ആയിട്ട് ചേർന്ന് 3 പേരും കൂടെ ചേർന്ന് ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് മർക്കറയിൽ കുറേ അധികം ദൂരം സഞ്ചരിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്യേണ്ട ആ സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശ്രീവിദ്യയും ജയറാമും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നൊരു സീനാണ്. അതായത് ഈ കുട്ടിക്ക് ബാധിച്ച അംനീഷ്യ എന്ന രോഗത്തിനെക്കുറിച്ച് പറയുക എന്ന ഒരു സീനാണ്. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ടീച്ചറായിട്ട് എങ്ങനെ പിന്നെ ഇവർക്ക് എന്നുവെച്ചാൽ നമ്മൾ കുറേ കുട്ടിക്കാലത്തല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ കാര്യങ്ങൾ, അത് ഒരു ടീച്ചറായിട്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ ആൾക്കാരും മറന്നു പോകും. പക്ഷേ അക്ഷരങ്ങളും ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നതെന്നുള്ള ഒരു ഭയങ്കര ഒരു വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നു. അപ്പം സാറ് അതിന് എനിക്ക് തന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇത് നമ്മൾ തമ്മിലൊരു ഡിസ്കഷനിൽ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ആധികാരികതയില്ല. പക്ഷെങ്കിൽ ഈ ശ്രീവിദ്യയുടെ ഡോക്ടർ എന്നുള്ള കഥാപാത്രം വളരെ ആധികാരികമായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കുമ്പോൾ അതിനെ മേക്ക് ബിലീവ് ചെയ്യിക്കുകയാണ്. ഞാൻ പ്രേക്ഷകരിലേക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ തക്ക തരത്തിൽ നമ്മൾ പറയുകയാണ്. അതാണ് ഒരു നറേഷനിൽ നമുക്ക് സാധിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം അതൊരു ലൂപ്പ് ഹോളാണ്. ചിലപ്പോൾ വീണ്ടും വിമർശനത്തിന് വേണമെങ്കിൽ വിധേയമാക്കാവുന്നതാണ്. പക്ഷേ ഒരു രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ ബിഹേവിയർ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് നമുക്ക് ഡെഫിനറ്റ് അല്ലാത്തത് കൊണ്ട് അത് ആ കൂട്ടത്തിലങ്ങ് പോവും. അപ്പം അത്തരത്തിൽ അതുകൊണ്ടാണ് ആ സീൻ ഞാനിങ്ങനെ നീ ചോദിച്ച അത് ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾക്ക് പറയാൻ വന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനന്ന് എനിക്ക് എഴുതാൻ അറിയത്തില്ല, ഞാനങ്ങനെ ഒരു റൈറ്ററല്ല, ഞാനൊരു കഥ പോലും എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്കറിയാതെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എത്രത്തോളം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സാറിന് കൂടുതൽ നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും മോഹൻ സിത്താരയും ആണ് ഇന്നലെയുടെ മ്യൂസിക് സ്കോർ ചെയ്തിരുന്നത്. മോഹനാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നത്. അപ്പം മോഹനുമായിട്ട് ഇതിനു മുമ്പും വലിയ അസോസിയേഷൻ ഞാൻ അസിസ്റ്റൻ്റായിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. തൂവാനത്തുമ്പികളുടെ പാട്ടുകളും ചിട്ടപ്പെടുത്തിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറാണ്. അതിൽ വേണുഗോപാൽ അത് 1-ാം രാഗം പാടി എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാക്ക് എന്നുള്ള രീതിയിലാണ് വേണു അത് പാടി തുടങ്ങിയത്. പക്ഷേങ്കിൽ ആ പാടി തീർക്കുമ്പോൾ ആ പാട്ട് വളരെ അദ്ദേഹത്തിന് തന്നെ കൊണ്ട് തന്നെ പാടിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സാർ എത്തുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ AVMലെ സമ്പത്ത് സാറിൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് അവിടെ നിൽക്കാനുണ്ടായ ഭാഗ്യമുണ്ടായെന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. മറ്റൊരു പാട്ടായ മേഘം പൂത്തു തുടങ്ങി എന്ന് പറയുന്ന പാട്ട് ഇങ്ങനെ ഒരു ട്രാക്കൊക്കെ പാടി എടുത്താലോ എന്നുവെച്ചാൽ ഒരു 4 മണി സമയത്തൊക്കെയാണ് ദാസേട്ടൻ യേശുദാസ് വരും എന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ 4 മണി എന്നുള്ള 5 മണിയായിട്ടും കാണുന്നില്ല, 6 മണിയാകുമ്പം കാണുന്നില്ല. അപ്പം മദ്രാസിലെ ഒരു ട്രാഫിക് തിരക്കുകളായിരിക്കാമെന്ന് വിളിച്ചു. അങ്ങനെ എല്ലാവരുടെയും ക്ഷമ കെട്ടു. സാറും എല്ലാവരും ഡിസ്റ്റർബ്ഡായി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറ് വന്ന് അത് പാട്ടിൻ്റെ ഇത് കേട്ടു മനസ്സിലാക്കി. അപ്പം മൊത്തത്തിലൊരു ആൾക്കാർക്കൊരു മടുപ്പ് അല്ലെങ്കിൽ ഈ കുറേ സമയമായിട്ട് ഇങ്ങനെ ഇരുന്നതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹം മൈക്കിന് മുൻപിൽ വന്ന് മേഘം പൂത്തു തുടങ്ങി എന്ന് ഉള്ളൊരു വോയിസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ എല്ലാവരുടെയും മനസ്സിൽ അറിയാതെ ഉണ്ടായ ഒരു ഈർഷ്യ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ അതിങ്ങനെ
മേഘം പെയ്തു തുടങ്ങുന്നത് പോലെ അലിഞ്ഞില്ലാതാകുമായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം ഒരാൾക്ക് ശബ്ദത്തിലൂടെ എങ്ങനെ മനസ്സുകളെ കീഴടക്കാൻ പറ്റുമെന്നുള്ളതിന് മലയാളിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ദാസേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും. തൂവാനത്തുമ്പിയുടെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഓർക്കുമ്പം അതിലെ ഈ സുമലതയും മോഹൻലാലും കൂടെ ചേർന്ന് നടത്തുന്ന, അല്ലെങ്കിൽ അതിലെ എല്ലാ പാട്ടുകളിലും ഒരിക്കലും പാട്ട് ഇട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് പാട്ട് കേട്ട് ഷൂട്ട് ചെയ്ത് ആയിരുന്നില്ല. ഇത് സാറ് അങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തങ്ങ് പോകും. പിന്നെ അത് നമ്മൾ അതിൻ്റെ ഋതത്തിനനുസരിച്ച് ഷോട്ടുകളെ കണ്ടെത്തി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതിനൊരു ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, കഥയ്ക്ക് വരാവുന്ന ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കി അതിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ എഡിറ്റിങ്ങിലൊക്കെ അങ്ങനെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊന്ന് ആദ്യമായിട്ടൊക്കെ തനിച്ചൊക്കെ അങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയുടെ സമയത്തായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർക്കുന്ന ഒരു ദിവസം മർക്കാറയിൽ തന്നെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ വളരെ നേരത്തെ തന്നെ വന്നു. അപ്പം അവിടെ ഒരു പാലത്തിനപ്പുറത്ത് വെള്ളവും മലയും അതിനപ്പുറത്തോട്ട് ഇങ്ങനെ ഈ ചന്ദ്രനിങ്ങനെ വലിയൊരു പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഊർന്നിങ്ങനെ ആ വെള്ളത്തിലേക്ക് വീഴുന്ന പോലെ, അതായത് നേരം വെളുത്തു പക്ഷേങ്കിൽ ചന്ദ്രൻ അപ്പോഴും പോയിട്ടില്ല. അപ്പം ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലെയുള്ളൊരു ഭയങ്കര മിസ്റ്റി ആയിട്ടൊക്കെ ഒരവസ്ഥ ഇങ്ങനെ കിട്ടി. അപ്പം ഞങ്ങൾ ക്യാമറ എടുത്ത് വെച്ചു. അപ്പം വേണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാബു സൈമണുണ്ട്. അപ്പോൾ അവനെ വിളിച്ചു. അവനത് ഷൂട്ട് ചെയ്യാൻ പേടി, എനിക്കും പറയാൻ പേടി. കാരണം സാധാരണ നമ്മൾ ക്യാമറ വന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ക്യാമറാമാനും സാറും ഒക്കെ കുറച്ച് ലേറ്റായി വന്നത്. അപ്പോഴത്തേക്ക് ഈ മിസ്റ്റുമൊക്കെ പോയി, ഈ ഷോട്ടിൻ്റെ എല്ലാ ഭംഗിയും അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എന്തമിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഭയങ്കര ഒരു ബ്യൂട്ടി സീക്വൻസ് ഉണ്ടായിരുന്ന സംഭവം. അപ്പം നീ ഷൂട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തില്ല, എനിക്ക് പേടിയായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. അതങ്ങനെ ഒരു അനുവാദം ഇത് പിന്നീട് സംഭവിക്കുന്നതല്ലല്ലോ, അതിനൊരു അനുവാദം ചോദിക്കണം. നമ്മളൊരു പ്രോട്ടോക്കോൾ വെച്ചിട്ട് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സാറിൻ്റെ ഒരിതിന്. പക്ഷേ അങ്ങനെ പിന്നീട് നമുക്ക് അതിനൊരു എന്താ പറയുക, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ യുക്തിയോടുകൂടി നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരിടത്ത് കിടക്കുമ്പോൾ പിന്നീട് ഒരിക്കലും കിട്ടാത്ത തരത്തിലേക്കുള്ള ഒരു പ്രകൃതി നൽകുന്നൊരു ഷോട്ടാണ്. അപ്പോൾ അത് ചെയ്തെടുക്കേണ്ടിയിരുന്നു എന്നുള്ളത് ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കൂടെ ആ സമയത്ത് പറ്റിയിട്ടുള്ള. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇന്നലെ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ സാറിൻ്റെ കൂടെ അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഇന്നലെയുടെ സമയത്ത് തന്നെ ഞാൻ മർക്കാറയിലിരിക്കുമ്പോൾ ജയരാജ് ഭരതേട്ടൻ്റെ കൂടെ വൈശാലിയും മറ്റ് സിനിമകളുമൊക്കെ കഴിഞ്ഞിട്ട് ജയരാജ് പുതുതായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ശ്രീനിയേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യ ജയൻ എന്നെയാണ് വിളിക്കുന്നത്, അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇതിനായിട്ട്. അപ്പം ഞങ്ങൾ രാത്രിയിലൊക്കെ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലേക്ക് ശേഷം ഈ ജയരാജൻ്റെ സിനിമയിലേക്കാണ് ഞാൻ മാറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഗന്ധർവൻ എന്ന സാറിനോടൊപ്പമുള്ള അവസാന ചിത്രം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം തന്നെ അതിന് ഉള്ളിൽ ഒരുപാട് അനാവശ്യമായ ചില തെറ്റിദ്ധാരണകൾ എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ അടുക്കും തോറും സിനിമ പലരുടെ വിദ്വേഷങ്ങൾക്ക് ഇടയാകുന്ന തരത്തിലൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ അറിയാതെ എനിക്കും സാറിനും ഇടയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. വിദ്യാരംഭത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ജയരാജ് ആകാശക്കോട്ടയിലെ സുൽത്താൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഇമീഡിയറ്റ് പോവുകയായിരുന്നു. അതുകൊണ്ട് വിദ്യാരംഭത്തിൻ്റെ എഡിറ്റിങ്, ഡബ്ബിങ്
റീ റെക്കോർഡിങ്, ഈവൻ സെൻസർ ഉൾപ്പെടെയുള്ള ജോലികളൊക്കെ എനിക്ക് തനിച്ച് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ആ സമയത്താണ് ഞാൻ ഗന്ധർവൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് സാറ് ലെനിൻ സാറിൻ്റെ എഡിറ്റിംഗ് ഷൂട്ടിലോട്ട് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഭൂമിയണ്ണൻ്റെ എഡിറ്റിങ്ങിൽ ആണ് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ സാറിനെ കാണുകയും ഞാനിങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ അപ്പോൾ എന്ന് വളരെ സന്തോഷമായിട്ട് സാർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാറിനടുത്ത് പേഴ്സണലി എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു ഇട്ട് ഞാൻ സാറ് ന്യൂ വുഡ്ലാൻഡ്സിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ സാറിനെ ചെന്ന് കണ്ടു. ഞാൻ ഒരുപാട് സംസാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയും ആയിട്ടുള്ള എല്ലാ സത്യാവസ്ഥകളെക്കുറിച്ചും സംസാരിച്ച് ഇങ്ങനെ ഒരുപാട് എൻ്റെ മനസ്സിലെ എല്ലാ കുറ്റവും കുറ്റബോധങ്ങളും ഒക്കെ സാറിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അവസാനം സാറ് എഴുന്നേറ്റ് പോകാൻ നേരത്ത് ഞാൻ കാലിൽ തൊട്ടു വന്ദിച്ചു. എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. സാറ് അതിന് മറുപടി പറഞ്ഞില്ല. സാറ് കുളിക്കാനായിട്ട് ടോയ്ലറ്റിലേക്ക് കയറി. ഞാൻ പെട്ടെന്ന് ഞാൻ വീണ്ടും ഭയങ്കരമായിട്ടും സാറിൻ്റെ ഒരു മറുപടി കേട്ടാതെ സാറ് ബാത്റൂമിൽ കയറി കഥ അടച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സാറ് ഒരു ബാത്ത് ടവൽ മാത്രം കുത്തിക്കൊണ്ട് കഥ തുറന്നിട്ട് എന്നോട് പറഞ്ഞു, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കുമെന്ന്. വുഡ്ലാൻഡ്സിൽ നിന്ന് ഞാൻ സാറിനെ കണ്ടിട്ട് ഇറങ്ങുന്നത് ഭയങ്കരമായ ഒരു പ്രയാസത്തിലും വിഷമത്തിലും ഒരു വലിയൊരു ഹൃദയവേദനയോടുകൂടിയായിരുന്നു. കാരണം ഒരു ആൾ മറ്റൊരാളോട് ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയിൽ പോലും അല്ലെങ്കിൽ നാടകത്തിലുള്ളൊക്കെ ഉള്ളൊരു ഡയലോഗ് പോലെ നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അന്നേ അത്രയധികം ബാധിച്ചിരുന്നില്ല. പക്ഷെ അതിന് കഴിഞ്ഞിട്ട് ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് കാലിക്കറ്റ് മഹാറാണി വെച്ചിട്ട് സാറ് ഒരു പ്രഭാതത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് അറിയുന്നത്. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് എന്താണ് ഞാൻ ആ സമയത്ത് എനിക്കുണ്ടായതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മളൊരു അലറി കരയാനോ തലയടിച്ച് കരയാനോ ഒക്കെ തോന്നുന്ന പോലുള്ളൊരവസ്ഥയാണ്. കാരണം അറിയാതെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന അവസാനത്തെ മുഖം എന്ന് പറയുന്നത് ഈ ബാത്ത് ടവലെടുത്ത് ടോയ്ലറ്റിൽ നിന്ന് പകുതി ഇറങ്ങി വന്നിരുന്ന സാറിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരുന്ന പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മുതുകളത്ത് സാറിൻ്റെ ശരീരം കൊണ്ടുവരുമ്പോഴും പിന്നീടുള്ള കാലങ്ങളിലൊക്കെ ഭയങ്കരമായി ഈ എന്താ പറയുക ഒരു വലിയ അസ്വസ്ഥതയുടെ ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് കഴിഞ്ഞു പോയത്. പിന്നീട് സഞ്ചയനത്തിനായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ മദ്രാസിൽ വെച്ച് കണ്ടിരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെന്ന് കാലിൽ വീണ് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞു, തെറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സാറത് എന്നെപ്പോലെ ഒരാളെക്കുറിച്ച് വീട്ടിൽ ചെന്ന് അതൊക്കെ പറയുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര അതിശയകരമായിട്ട് തോന്നി. അടുത്ത സിനിമയ്ക്ക് വിളിക്കണം എന്ന് പറയുന്നു. അപ്പം ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായി. കാരണം എന്നെ അത്രയും സാറ് കൂടെ നിർത്തുന്നല്ലോ എന്നുള്ളൊരു വലിയൊരു ഫീലിംഗ്. പക്ഷേ ആളില്ല, ഇതെല്ലാം പറഞ്ഞ ആളില്ല. അപ്പുറത്ത് ഇങ്ങനെ മാറി പൂക്കളൊക്കെ വിതറിയ ഒരു മണ്ണിലിങ്ങനെ കിടക്കുകയാണ്. എന്തെല്ലാം ബന്ധങ്ങൾ, എന്തെല്ലാം ഇങ്ങനെ ഞാൻ ഇപ്പോഴും സാറിനെ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ കൂടെ ഞാൻ സാറിനെ വെച്ചിരിക്കുന്നത്. അത്രയധികം ഒരു ബഹുമാനത്തോടുകൂടി ഞാൻ കണ്ടിട്ടുള്ള ഒരാളെൻ്റെ അച്ഛനും അമ്മയും ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാവുന്ന തരത്തിലാണ്. പിന്നീട് 91 മുതൽ 2004 വരെയുള്ളൊരു 13 വർഷക്കാലം ഞാൻ പലതരത്തിൽ പല സിനിമകളിൽ വർക്ക് ചെയ്തു, പല രീതിയിൽ സിനിമയിലേക്ക് എത്തുവാൻ ശ്രമിച്ചു.
അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രീതി ഒരു ഫിലിം മേക്കർ ആകാൻ വേണ്ടിയുള്ള എൻ്റെ ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതുവരെ ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നതിൽ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ സിനിമയോടുള്ള ആവേശം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോഹം ഒക്കെ ഇനി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്ന തരത്തിലേക്കൊക്കെ ഒന്നും നടക്കാതെ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരിക്കൽ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ പറ്റാതെ നടന്ന കാലം പോലെ തന്നെ. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് മുഴങ്ങുന്ന ഒരു ശബ്ദം, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ കാലം തെളിയിക്കും എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ തന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്തെങ്കിലും തരത്തിൽ സാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടറിയാം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മറ്റുള്ള ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്നൊക്കെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് കാലം തെളിയിക്കുന്ന തരത്തിലേക്ക് എന്താണ്, അങ്ങനെയാണ് 2004 ഞാൻ എത്തുമ്പോൾ. അതുകൊണ്ട് ആ സിനിമ സാറിന് ഗുരുവിനുള്ളൊരു കാഴ്ചയായിട്ടാണ്, അല്ലെങ്കിൽ കാഴ്ച എന്നുള്ളൊരു പേര് പോലും ആ രീതിയിലേക്കാണ് എത്തിയത്. ഇന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി, ഇന്നുമെന്നല്ല ഈ കഴിഞ്ഞ 8 സിനിമകൾ തുടങ്ങുന്നതിന് എഴുതാൻ ഞാൻ പേന എടുക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലുള്ള എൻ്റെ പ്രാർത്ഥന, തമ്പുരാനെ എൻ്റെ ഗുരുവിന് അപമാനമുണ്ടാകുന്ന അല്ലെങ്കിൽ ഗുരുവിന് മോശമാകുന്ന തരത്തിൽ എൻ്റെ ജോലിയിലൂടെ ഇടയാക്കരുത്. കാരണം സാറിനോടൊപ്പം സാറിനെ ഇത്രയധികം ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന എനിക്ക്, ഞാൻ സാറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു 7 അയലത്ത് വരുന്ന ഒരാളല്ല ഞാൻ. പക്ഷെങ്കിൽ വേറൊരാൾ പറയാൻ പാടില്ലല്ലോ, ഈ പത്മരാജൻ്റെ കൂടെ നടന്നിട്ട് ഇവനൊക്കെ വേറെ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാം. എൻ്റെ ഗുരുവിന് അപമാനം ഉണ്ടാകുന്ന തരത്തിലൊരു സിനിമ എനിക്ക് ചെയ്യാൻ ഇടവരുത്തരുത് എന്നുള്ളതാണ് അന്നും ഇന്നും എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അദ്ദേഹം നല്ല കാര്യമാണ് പോകുന്നത്, പക്ഷേ ഇതൊരു തൊഴിലാക്കരുത്. ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു തൊഴിലായി കരുതരുത്. കാരണം ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമയുടെ ഗ്രാമറുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ വലിയ സിനിമകൾ ചെയ്യാമെന്നുള്ളതായിരിക്കല്ലേ മനസ്സിലുണ്ടാവേണ്ടത്. ഒരു കഥയെ ഇവരാരും പറയാത്ത കാഴ്ചകളിലൂടെ, ആംഗിളുകളിലൂടെ പറയാൻ കഴിയണം.